സ്ഥാനാർത്ഥി നിർണയത്തിൽ LDF മുന്നിലാണല്ലോ. അപ്പൊ പ്രചാരണത്തിലും അവര് ഈ നിയോജക മണ്ഡലത്തിലെ ചിത്തൂറാണിയൊക്കെ മുന്നിലാണല്ലോ. അതായത് ചടയമംഗലം നിയോജക മണ്ഡലം. അതിനെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? സ്ഥാനാർത്ഥി ആദ്യമായി പ്രഖ്യാപിച്ചവരാണെങ്കിൽ പോലും പ്രവർത്തനത്തില് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വൈകിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചിഹ്നം വൈകിയാണ് അനുഭവിച്ചു കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഡിലേ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ പ്രചരണത്തിൽ നമ്മളാണ് മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ ശക്തമായ രീതിയിലുള്ള ഇന്റേണൽ വർക്കുകളും പ്രവർത്തനങ്ങളുമായി LDF-നേക്കാൾ കൂടുതൽ സജീവമായി ഫീൽഡിലുള്ളത് SDP പ്രവർത്തകരാണ്. SDP തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിജയപ്രതീക്ഷ ഉറപ്പു നൽകുന്നത്. കാരണം നമ്മൾ കണ്ട മേഖലകളിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മുഴുവൻ ആളുകളെയും കാണാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങളിലും കവലകളിലും ഒക്കെ പോയി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മള് നോമിനേഷൻ കൊടുത്തതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ വളരെ സജീവമായി രംഗത്തുണ്ട് എന്നുള്ളതാണ്. റോഡ് ഷോ ഉൾപ്പെടെയുള്ള സംഗതികളിൽ ജിജുറാണിയേക്കാൾ സജീവമായ രീതിയിൽ കൂടുതൽ പങ്കാളിത്തത്തോടു കൂടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രചരണ തലത്തിലേക്ക് നോക്കുമ്പോൾ ഇന്റേണൽ വർക്കിലായാലും പബ്ലിസിറ്റിയുടെ സംഗതിയിലേക്കും SDP മുമ്പിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഫ്ലെക്സുകളൊക്കെ വെച്ച് ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ അത് കുറച്ചുകൂടി ലൈവായി പ്രവർത്തകർ കുറച്ച് ആത്മവിശ്വാസം വരുന്ന രീതിയിലേക്ക്, ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ട്. ആ നിലയിലേക്ക് നമുക്കൊരു വിജയപ്രതീക്ഷയും കാണുന്നുണ്ട്.